നമ്മൾ 7th ചാപ്റ്റർ സ്പീഡ് മാത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടാണിത്. ഒരു 4 ക്വസ്റ്റ്യൻ കൂടിയാണ് ചെയ്യാനുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 95-ലെ ക്വസ്റ്റ്യൻ. A 180 meters long train takes 9 seconds to pass a vertical pole. What is the average speed of the train in kilometer per hour? 180 meters ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ ഒരു വെർട്ടിക്കൽ പോള് ക്രോസ് ചെയ്യാൻ 9 സെക്കൻഡ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിന്റെ സ്പീഡ് കിലോമീറ്റർ പെർ അവറിൽ കണ്ടുപിടിക്കണം. ഇവിടെ ട്രെയിൻ വെർട്ടിക്കൽ പോള് ക്രോസ് ചെയ്യാൻ എടുത്ത ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ടൈം എത്രയാ? 9 സെക്കൻഡ്സ് ആണ്. അപ്പൊ ടൈം ഈക്വൽ ടു 9 സെക്കൻഡ്സ്. ആവറേജ് സ്പീഡ് കാണാൻ നമുക്ക് എന്താ വേണ്ടത്? ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം ഇവിടെ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടില്ല. പകരം നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ആ ട്രെയിനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് എങ്ങനെയാ എഴുതുക നോക്കാം. അപ്പൊ ഇത് ഒരു വെർട്ടിക്കൽ പോള്, ഇത് 180 മീറ്റർ ലെങ്ത് ഉള്ള ട്രെയിൻ. അപ്പൊ ഈ ട്രെയിൻ ഈ വെർട്ടിക്കൽ പോള് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ ട്രെയിനിന്റെ ലെങ്ത്തിന്റെ അത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം. അതായത് ട്രെയിൻ ഇവിടെ ആയാൽ നമുക്ക് എന്ത് പറയാം? ട്രെയിൻ വെർട്ടിക്കൽ പോള് ക്രോസ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഈ 180 മീറ്റർ ഡിസ്റ്റൻസ് മുഴുവനും ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ വെർട്ടിക്കൽ പോള് കടന്നു പോകും. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് ആണ് ആ ട്രെയിൻ വെർട്ടിക്കൽ പോള് കടന്നു പോവാൻ എടുത്ത ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽ ഈസ് ഈക്വൽ ടു 180 മീറ്റർ. വെർട്ടിക്കൽ പോള് ട്രെയിൻ ക്രോസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ ആ ട്രെയിനിന്റെ ലെങ്ത് ആയിരിക്കും എപ്പോഴും ഡിസ്റ്റൻസ്. അപ്പൊ ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? ലെങ്ത് ഓഫ് ദ ട്രെയിൻ, ദാറ്റ് ഈസ് 180 മീറ്റർ ബൈ 9 സെക്കൻഡ്സ് ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. 9 സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് ആവറേജ് സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് ഏതാ യൂണിറ്റ്? കിലോമീറ്റർ പെർ അവറിലാണ് കാണേണ്ടത്. നമുക്ക് ഇതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ 20 മീറ്റർ പെർ സെക്കൻഡിനെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആവറേജ് സ്പീഡ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നാണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് മീൻസ് 1 സെക്കൻഡില് 20 മീറ്റർ ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 60 സെക്കൻഡിൽ കാണാൻ ഇൻറ്റു 60 ചെയ്താൽ മതി. 20 ഇൻറ്റു 60 ഈക്വൽ ടു 1200 മീറ്റർ. 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ആണ്. അപ്പൊ 1 മിനിറ്റില് 1200 മീറ്റർ ട്രാവൽ ചെയ്തു. നെക്സ്റ്റ് എന്ത് കാണണം നമുക്ക്? 60 മിനിറ്റിൽ എത്രയാണ് ട്രാവൽ ചെയ്തത്? എന്ത് ചെയ്യണം? ഇൻറ്റു 60 ഈക്വൽ ടു 72,000 മീറ്റർ. അപ്പൊ 72,000 മീറ്ററിനെ നമുക്ക് കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു സീറോസ് ക്യാൻസൽ ചെയ്തപ്പോൾ 72 കിലോമീറ്റർ. അപ്പൊ 60 മിനിറ്റില് 72 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ദാറ്റ് മീൻസ് 1 അവറില് 72 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പൊ നമുക്ക് സ്പീഡ് എങ്ങനെ എഴുതാം? സ്പീഡ് ഈക്വൽ ടു 72 കിലോമീറ്റർ പെർ അവർ. അപ്പൊ സ്പീഡ് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്തു. മീറ്റർ പെർ സെക്കൻഡിൽ ഉണ്ടായിരുന്ന സ്പീഡ് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്തു. 3 സ്റ്റെപ്പ് എഴുതിയിട്ടാണ് നമ്മൾ ചെയ്തത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 20 ഇൻറ്റു 18/5 ഇൻറ്റു 4 18 ഇൻറ്റു 4 ഈക്വൽ ടു 72 കിലോമീറ്റർ പെർ അവർ. ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒരു സ്റ്റെപ്പിൽ തന്നെ ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒക്കെ എഴുതി സ്പീഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യും. പേജ് നമ്പർ 95-ലെ ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ള ഹെഡിങ്ങോട് കൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. എ കാർ ഗോസ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 36 കിലോമീറ്റർ പെർ അവർ ഫോർ 15 മിനിറ്റ്സ് ആൻഡ് 60 കിലോമീറ്റർ പെർ അവർ ഫോർ ദ നെക്സ്റ്റ് 15 മിനിറ്റ്സ്. ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ഇറ്റ് കവർ? ഒരു കാറ് ആദ്യത്തെ 15 മിനിറ്റ്സ് 36 കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്തു. നെക്സ്റ്റ് 15 മിനിറ്റ് 60 കിലോമീറ്റർ പെർ അവറിലും ട്രാവൽ ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ സ്പീഡിന്റെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവറും
ടൈം 15 മിനിറ്റ് മിനിറ്റിലുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. പക്ഷെ നമുക്ക് സ്പീഡ് ഇൻറ്റു ടൈം മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ടും ഒരേ യൂണിറ്റിലായിരിക്കണം. അതായത് സ്പീഡ് km/h നമ്മുടെ ടൈം എന്തിലായിരിക്കണം? അവറിലായിരിക്കണം. സ്പീഡ് m/s ടൈം സെക്കൻഡിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ സ്പീഡിന്റെ യൂണിറ്റ് km/h ടൈമിന്റെ യൂണിറ്റ് മിനിറ്റുമാണ്. അപ്പൊ മിനിറ്റിനെ നമുക്ക് അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 15 മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 15 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അവറിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം 60 കൊണ്ട്. അപ്പൊ 15/60. അപ്പൊ ടൈം ഇസ് ഈക്വൽ ടു 15/60 എന്ന് കിട്ടി. അത് ഷോർട്ടസ്റ്റ് ഫോമിലാക്കുമ്പോൾ 15 × 4 60 ആണ്. അപ്പൊ 1/4 എന്ന് എഴുതാം. ഇവിടെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് ആക്കി. അപ്പൊ 1/4 എന്ന് കിട്ടി. ഇവിടെയും ടൈം മിനിറ്റിലാണ്, അവിടെയും ടൈം അവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 15/60 ഈക്വൽ ടു 1/4 അവർ. ഇനി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് പാർട്ടിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് 36 ഇൻറ്റു ടൈം 1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 36/4 ഈക്വൽ ടു 9. ഏതാ യൂണിറ്റ്? ആവറേജ് സ്പീഡ് km/h. അപ്പോൾ ഇവിടെ 9 കിലോമീറ്റർ. അത് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും യൂണിറ്റ് എഴുതാൻ. സെക്കൻഡ് പാർട്ടിലെ ഡിസ്റ്റൻസ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് ഇവിടെ 60 ആണ്. 60 ഇൻറ്റു ടൈം 1/4. 1/4 ഈക്വൽ ടു 60/4 ഈക്വൽ ടു 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിലോമീറ്റർ. ഫസ്റ്റ് പാർട്ടില് 9 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, സെക്കൻഡ് പാർട്ടില് 15 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു 9 + 15 ഈക്വൽ ടു 24 കിലോമീറ്റർ. അപ്പൊ ആകെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് 24 കിലോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അത് വായിച്ചിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ എവിടെ എഴുതാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. രാമു ആൻഡ് സലീം ട്രാവൽ ടു തിരുവനന്തപുരം ഫ്രം ദ സെയിം പ്ലേസ് ഈച്ച് ഇൻ ഹിസ് ഓൺ കാർ. രാമു ഡിഡ് ദ ഓൺവേർഡ് ജേർണി അറ്റ് an average speed of 120 km/h and return at 50 km/h. രാമുവും സലീമും ഒരേ പ്ലേസിൽ നിന്ന് കാറില് തിരുവനന്തപുരത്തേക്ക് പോവാണ്. തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ രാമുവിന്റെ കാറിന്റെ ആവറേജ് സ്പീഡ് 120 km/h ആണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്നു. തിരിച്ചു വരുമ്പോ 50 km/h. സലീം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴും 60 km/h, തിരിച്ചു വരുമ്പോഴും 60 km/h. ഇതാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. Who made the total journey in less time? ആരാണ് കുറച്ച് സമയം ട്രാവൽ ചെയ്തത്? അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസും അറിയണം, ആവറേജ് സ്പീഡും അറിയണം. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടില്ല. കറക്റ്റ് ആയിട്ട് ടൈം അല്ല നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരാണ് കുറച്ച് സമയം എടുത്തെന്നാണ് ട്രാവൽ ചെയ്തത്. അപ്പൊ ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ല. കറക്റ്റ് ടൈം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കറക്റ്റ് ഡിസ്റ്റൻസ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ശരിയായ സമയം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കറക്റ്റ് സമയം അറിയണ്ട, ആരാണ് കുറവ് ട്രാവൽ ചെയ്തതെന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പൊ ഈ രണ്ട് നമ്പറിന്റെയും മൾട്ടിപ്പിൾ ആയ ഒരു നമ്പർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. ഇപ്പൊ 120 ഉണ്ട്, 60 ഉണ്ട്, 50 ഉണ്ട്. ഈ നമ്പറുകളുടെ എല്ലാം മൾട്ടിപ്പിൾ ആയ 600 ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് എടുക്കാം. ഞാൻ 600 എടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുമ്പോഴൊക്കെ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നമുക്ക് ഡിസ്റ്റൻസും കിട്ടി, ആവറേജ് സ്പീഡും കിട്ടി. ഓരോ ജേർണിയിലത്തെയും
ടൈം കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം രാമു തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എത്ര സമയമാണ് എടുത്തതെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് 600 ആണ്, ആവറേജ് സ്പീഡ് 120 ആണ്. അപ്പൊ ടൈം കാണാൻ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 600 ഡിവൈഡഡ് ബൈ സ്പീഡ് 120. 60 ഡിവൈഡഡ് ബൈ 12 5 അവർ. അപ്പൊ തിരുവനന്തപുരത്തേക്ക് പോവാനായിട്ട് രാമു 5 അവർ എടുത്തു. ഇനി തിരിച്ച് റിട്ടേൺ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് 600 തന്നെ. ഡിസ്റ്റൻസ് 600, ആവറേജ് സ്പീഡ് 50. തിരിച്ചു വരുമ്പോഴത്തെ ആവറേജ് സ്പീഡ് 50, 12 അവർ. അപ്പൊ രാമു തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വരുമ്പോ 12 അവർ എടുത്തു. അപ്പൊ ടോട്ടൽ ടൈം രാമു ടേക്കൺ, രാമുവിന്റെ ജേർണിയില് ആകെ എടുത്ത സമയം എന്ന് പറയുന്നത് 5 + 12 = 17 അവേഴ്സ്. 17 അവർ ആണ് രാമു തിരുവനന്തപുരത്തേക്ക് പോയി തിരിച്ചു വരാൻ എടുത്ത സമയം. ഇനി സലീമിന്റെ നോക്കാം. സലീം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എടുത്ത ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് 600, സ്പീഡ് എത്രയായിരുന്നു? 60 ആയിരുന്നു. അപ്പൊ 60 ഡിവൈഡഡ് ബൈ 6 10 അവർ. 10 അവർ എടുത്തു. തിരിച്ചു വരുമ്പോഴും 60 തന്നെയാണ്. അപ്പൊ വീണ്ടും 600/60 ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴും എന്ത് കിട്ടി? 10 അവർ കിട്ടി. തിരിച്ചു വരുമ്പോഴും 10 അവർ. അപ്പൊ രാമു ആകെ എത്ര ട്രാവൽ ചെയ്തു? രാമു ട്രാവൽ ചെയ്തത് അങ്ങോട്ട് പോകുമ്പോൾ 10, ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴും 10. 10 + 10 = 20 അവർ. ഈ സമയം ശരിയായ സമയമല്ല, പക്ഷെ നമ്മള് ഡിസ്റ്റൻസ് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് എന്തിനാ? ആരാണ് കുറച്ച് സമയം എടുത്തതെന്ന് അറിയാം. അപ്പൊ ആരാ കുറച്ച് സമയം എടുത്തേ? രാമു ആണ് കുറച്ച് സമയം എടുത്ത് തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് എടുക്കാന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് വേറെ ആണ് എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ടൈം കിട്ടുന്നത് വേറെ ആയിരിക്കും. അപ്പൊ ടൈം കറക്റ്റ് അല്ല, പക്ഷെ ആരാണ് കൂടുതൽ ട്രാവൽ ചെയ്ത് ഫോർവേഡ് ട്രാവൽ ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ രാമു ആണ് കുറച്ച് സമയം കൊണ്ട് എത്തിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2 trains traveling along parallel tracks in the same direction do 50 km/h and 100 km/h on average. The faster train starts 2 hours later than the slower. After how many kilometers will faster train catch up? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 2 ട്രെയിൻസ് സെയിം ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ട്രെയിൻ ഈ ട്രാക്കിൽ കൂടെയാണ് പോകുന്നത്, സെക്കൻഡ് ട്രെയിൻ ഈ ട്രാക്കിൽ കൂടെയും പോകും. 2 ട്രാക്ക് സെയിം ഡയറക്ഷനിൽ പോകുന്നു. ഫസ്റ്റ് ട്രെയിൻ 50 km/h ട്രാവൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രെയിൻ 100 km/h ട്രാവൽ ചെയ്യുന്നത്. ഫസ്റ്റ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 hours കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ട്രെയിനും എപ്പോഴാണ് ഒപ്പെത്തുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ട്രെയിൻ 1 അവറിൽ 50 km ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് അവർ കഴിഞ്ഞപ്പോ 50 km ട്രാവൽ ചെയ്തു. സെക്കൻഡ് അവർ കഴിഞ്ഞപ്പോ ഒരു 50 കൂടി, അപ്പൊ 100 km എത്തി. 2 അവർ കഴിയുമ്പോഴാണ് സെക്കൻഡ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ട്രെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 3ാമത്തെ അവറിൽ 2 പേരും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ 3rd അവർ കഴിഞ്ഞപ്പോ ഈ ട്രെയിൻ 150 km എത്തി. അപ്പോൾ 3rd അവറിൽ ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് 3rd അവർ കഴിയുമ്പോൾ ഈ ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത് 1 അവറിൽ 100 km ആണ് ട്രാവൽ ചെയ്യുന്നത്. 3rd അവർ കഴിഞ്ഞപ്പോൾ അത് 100 km ട്രാവൽ ചെയ്തു. അടുത്തത് 4th അവർ. 4th അവറിൽ ഫസ്റ്റ് ട്രെയിൻ ഒരു 50 km കൂടി ട്രാവൽ ചെയ്ത് അപ്പോൾ 150 എന്നുള്ളത് ഇവിടെ 200 km എത്തി. അപ്പൊ 4 hours കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ട്രെയിൻ 200 km എത്തിയിരിക്കുകയാണ്. സെക്കൻഡ് ട്രെയിൻ 3rd അവർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 3rd അവർ കഴിഞ്ഞപ്പോൾ 100 km എത്തി. ഇനി 4th അവറിൽ എവിടെ എത്തും?
4th അവറിൽ ഒരു 100 കിലോമീറ്റർ കൂടി ട്രാവൽ ചെയ്യും. അപ്പോൾ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. നെക്സ്റ്റ് 100 കിലോമീറ്റർ കഴിയുമ്പോൾ 200 കിലോമീറ്ററിൽ എത്തി. അപ്പോൾ 4th അവർ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ട്രെയിനും 200 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, സെക്കൻഡ് ട്രെയിനും 200 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ രണ്ടും സെയിം പ്ലേസിൽ എത്തി. ക്വസ്റ്റ്യൻ ഇതാണ്, എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് രണ്ട് ട്രെയിനും ഒപ്പം എത്താന്നാണ്. 200 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ രണ്ട് ട്രെയിനും സെയിം പ്ലേസിൽ എത്തും. അപ്പോൾ ആൻസർ 200 കിലോമീറ്റർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരച്ചു നോക്കുക, ഓരോ അവർ കഴിയുന്നത് മാർക്ക് ചെയ്യുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 125 meter long train travels at 90 km/h. How much time would it take to cross a 175 meter long bridge? ക്വസ്റ്റ്യനില് 125 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ 90 km/h ട്രാവൽ ചെയ്യുന്നത്. അതായത് ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 90 km/h ആണ്. ട്രെയിൻ 175 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യണമെങ്കിൽ എത്ര ടൈം എടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. 175 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ബ്രിഡ്ജ്, ട്രെയിനിന്റെ ലെങ്ത് 125 മീറ്റർ ആണ്. ഈ ബ്രിഡ്ജ് മുഴുവനും ക്രോസ് ചെയ്യണം. ഈ ബ്രിഡ്ജ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ 175 മീറ്റർ ട്രാവൽ ചെയ്തു. ട്രെയിനിന്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഈ ബ്രിഡ്ജിന്റെ ഇവിടെ എത്തിയാൽ പോരാ, ബ്രിഡ്ജ് ക്രോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ട്രെയിൻ ഫുള്ള് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകണം. അപ്പൊ എന്ത് വേണം, ഈ 175 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിനിന്റെ ഫ്രണ്ട് പാർട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ ബാക്ക് പാർട്ട് എത്തണമെങ്കിൽ ഇനിയും എത്രയും കൂടി ട്രാവൽ ചെയ്യണം, ട്രെയിനിന്റെ ലെങ്ത് 125 മീറ്റർ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിൻ ഫുള്ളായിട്ട് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകും. അപ്പൊ ഈ 175 മീറ്ററും ട്രാവൽ ചെയ്യണം, 125 മീറ്ററും ട്രാവൽ ചെയ്യണം. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ട്രെയിൻ എന്ന് പറയുന്നത് 175 പ്ലസ് 125 ഈക്വൽ ടു 300 മീറ്റർ. അപ്പൊ 300 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താലാണ് ട്രെയിൻ ഫുള്ളായിട്ട് ഈ 175 മീറ്റർ ലെങ്ത് ഉള്ള ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകുള്ളൂ. അപ്പൊ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന പ്രോബ്ലത്തില് ബ്രിഡ്ജിന്റെ ലെങ്ത് പ്ലസ് ട്രെയിനിന്റെ ലെങ്ത് ആയിരിക്കും എന്ത്, ഡിസ്റ്റൻസ് ട്രാവൽഡ്. ശ്രദ്ധിച്ച് ചെയ്യണം, ബ്രിഡ്ജിന്റെ ലെങ്ത്തിന്റെ കൂടെ ട്രെയിനിന്റെ ലെങ്ത്തും കൂടി ആഡ് ചെയ്യണം. എന്താ കാരണം, ട്രെയിനിന്റെ ഫ്രണ്ട് ഭാഗം മാത്രം ബ്രിഡ്ജ് കടന്നു പോയാൽ പോരാ, ട്രെയിൻ ഫുള്ളും ബ്രിഡ്ജ് കടന്നു പോകണം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് 300 മീറ്റർ, ഡിസ്റ്റൻസ് ഈക്വൽ ടു 300 മീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. ഹൗ മച്ച് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. എപ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കണം ഡിസ്റ്റൻസിന്റെയും സ്പീഡിന്റെയും യൂണിറ്റ് സെയിം ആണെന്ന്. ഇവിടെ ഡിസ്റ്റൻസ് മീറ്ററിലും സ്പീഡ് km/h. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. 90 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക എങ്ങനെയാ, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 5/18 ചെയ്താൽ മതി. അപ്പോൾ 90 ഇൻറ്റു 5/18. അപ്പൊ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 5/18. 18 ഇൻറ്റു 5 ആണ് 90. 5 ഇൻറ്റു 5 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 300 ഡിവൈഡഡ് ബൈ 25 ഈക്വൽ ടു 30 1 ടൈം 50 12 കിട്ടി. ടൈമിന്റെ യൂണിറ്റ് ഏതവിടെ, സെക്കൻഡ്, 12 സെക്കൻഡ്. അപ്പൊ ട്രെയിൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ എടുത്ത സമയം 12 സെക്കൻഡ് ആണ്. ഇനി ഇവിടെ 5/18 ഡയറക്റ്റ് ആയിട്ട് ചെയ്യണില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണത്, 1 അവറില് 90 കിലോമീറ്റർ, കിലോമീറ്ററിലെ മീറ്ററിലേക്ക് ആക്കുമ്പോ ഇൻറ്റു
90,000 equal to 90,000 meter. 1 hour 90,000 meter. That means 60 minute 90,000 meter. അങ്ങനെയാണെങ്കിൽ 1 minute കാണാൻ divided by 60 equal to 1,500 meter. അപ്പോൾ ഒരു മിനിറ്റിൽ 1,500 മീറ്റർ ട്രാവൽ ചെയ്തു. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. 60 സെക്കൻഡിൽ 1,500 മീറ്റർ ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്തു? 1 സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്തു എന്നറിയാൻ 1,500 ഡിവൈഡഡ് ബൈ 60, 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് എഴുതി കൺവേർട്ട് ചെയ്യും. ട്രെയിൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 12 സെക്കൻഡ്. ഈ സ്പീഡ് മാത്ത് എന്നുള്ള ചാപ്റ്റർ അവസാനിച്ചു. അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.